പിന്നൊരു കാര്യം, ഈ കാര്യം അറിയുമ്പോ ശ്യാമ ചിലപ്പോ ഒരു തീരുമാനമെടുത്തേക്കാം. ആവശ്യമായ പണം ശ്യാമ തരാമെന്ന് പറയും. ഒരു കാരണവശാലും അത് സമ്മതിക്കരുത്. അത് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല. ശരി. സന്തോഷായില്ലേടാ നിനക്ക്? പ്രിയങ്ക നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതോടെ എന്റെ മോനൊന്ന് മനസമാധാനത്തോടെ ജീവിച്ചൂടെ? ശ്യാമ കൂടി ഇരുന്നോ, ഞാൻ വിളമ്പി തരില്ലേ? ഞാൻ വിളമ്പി കൊടുക്കട്ടെ എടുത്തേ? ഇത്രയും കാലം എനിക്കിതൊന്നും പറ്റിയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു പറ്റിയിട്ടില്ലാന്ന്? ആൾമാറാട്ടക്കാരി ഫിദ എനിക്ക് വിളമ്പി തന്നിട്ടുണ്ടല്ലോ. എന്നെ വാരി കഴിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നെ നെഞ്ചില് ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ. ഉറക്കിയിട്ടുണ്ടല്ലോ. പിന്നെന്താ? അന്നൊരു മറയുണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതില്ല. അതുകൊണ്ടാ പറഞ്ഞത്. പെട്ടെന്ന് പെട്ടെന്ന് വാരി തന്നോണ്ടാ ഞാനിങ്ങനെ കഴിക്കും. തന്നത് കഴിച്ചിറക്കണ്ടേ? അതൊക്കെ ഇറങ്ങിക്കോളും. രുചിയുണ്ടോ മോളെ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ കരയും. ഇപ്പൊ എന്തിനാ കരയുന്നേ? അമ്മയുടെ കൈതൊട്ട ഭക്ഷണല്ലേ, അതിന്റെ രുചി എത്രയാന്ന് യശോദാമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴേ എനിക്കറിയാം. എന്റെ പെറ്റമ്മ എനിക്കൊരു പിടി വറ്റ് വാരി തരുന്ന ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. എന്നിട്ടും ഭഗവാൻ എനിക്കത് നടത്തി തന്നു. ഭഗവാൻ എന്നോട് പറഞ്ഞിരിക്കുക, ശ്യാമേ, നിനക്ക് പറ്റാവുന്ന അത്രയും നിന്റെ മോളെ സ്നേഹിച്ചോളെ. എന്നാലും ഒന്നിച്ചങ്ങോട്ട് കൊടുക്കണ്ട, കുറച്ച് സ്നേഹം ബാക്കി വെച്ചേക്ക് ശ്യാമേ. ഒട്ടും ബാക്കി വെക്കാൻ തോന്നുന്നില്ല. അവൾക്ക് മകളാവാനും എനിക്ക് അമ്മയാവാനും കൊതിയുണ്ട്, അല്ല മോളെ? നേരത്തെ ഉറങ്ങിപ്പോയി മോള്. ഇതിലും മനസമാധാനത്തോടെ ഇവളിതിനു മുമ്പ് ഉറങ്ങിയിട്ടുണ്ടാവില്ല. ശ്യാമ കിടന്നോളൂ. എനിക്കൊന്ന് ഉറങ്ങണ എടുത്തി. ഇനി ഒന്നും വരാനില്ല എന്നുള്ള ചിന്തയോടെ. എഴുതി, ഇനി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തണം. എനിക്കുള്ളതൊക്കെ അവളുടെ പേരിന് എഴുതി വെക്കണം. പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷനൊക്കെ നടത്തണം. അത് വേണ്ടേ? ഇനി എന്താ ആലോചിക്കാനുള്ളത്? ചെയ്തു കൊടുക്കണം. മോളുടെ കൂടെ ചെന്ന് കിടന്നോ. എനിക്ക് അടുക്കളയിലെ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു.
ശ്യാമേ? ഒന്നുമില്ല എടുത്തി. എന്റെ സന്തോഷങ്ങൾ മുഴുവൻ എന്നെ തേടി വരുമ്പോ എനിക്ക് പിടിക്കാനുള്ളത് ഈ കയ്യില. ഇത്രയും കാലം എന്നെ കാത്തുരക്ഷിച്ച ഈ കയ്യില്. ചെല്ല്.